ജനുവരി 27 ശനിയാഴ്ച. മാർക്കോസ് 4:35 മുതൽ 41 വരെ വാക്യങ്ങൾ. എല്ലാവരെയും എല്ലാറ്റിനെയും ഭയക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. വാഹനങ്ങളും ഇരുട്ടും മനുഷ്യരെയും മൃഗങ്ങളെയും നിങ്ങളെയും എന്നെയും പോലെയുള്ളവരൊക്കെ അവന് ഭയമായിരുന്നു. പക്ഷേ ധൈര്യമായിരിക്കാൻ അവൻ ആഗ്രഹിച്ചു. എങ്ങനെ ഭയം മറികടക്കാമെന്ന് പഠിക്കാൻ അവൻ തീരുമാനിച്ചു. സമുദ്രത്തിന് കുറുകെ ദീർഘനേരം വിമാനം പറപ്പിക്കുന്ന ഒരു പൈലറ്റിനെ അവൻ ആദ്യം സന്ദർശിച്ചു. യുവാവ് പൈലറ്റിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പേടിയുണ്ടായിട്ടുണ്ടോ? പൈലറ്റ് പറഞ്ഞു, ഓ തീർച്ചയായും. മൂടൽ മഞ്ഞിലൂടെ പറക്കുമ്പോൾ എൻ്റെ റഡാർ തകരാറിലാകുമെന്നും ഞാൻ പക്ഷേ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിവസിച്ചേക്കുമെന്നും ചിലപ്പോൾ ഭയപ്പെടുന്നു. മറ്റു ചിലപ്പോൾ വിമാനത്തിൽ ആരെങ്കിലും ബോംബ് ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഭയക്കുന്നു. അതല്ലെങ്കിൽ ഹൃദയാഘാതം വരുമോ എന്ന് ചിലപ്പോൾ ഞാൻ ഭയപ്പെടുന്നു. ഈ വ്യത്യസ്ത ഭയങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? യുവാവ് ചോദിച്ചു. പൈലറ്റ് പറഞ്ഞു, എനിക്ക് കഴിയാവുന്നിടത്തോളം ഞാൻ പറക്കുന്നു. ഞാൻ ശ്രദ്ധാലുവാണ്, പക്ഷേ പിന്നീട് ഞാൻ അതിനെ ഓർത്ത് വറി ചെയ്യുന്നില്ല. എൻ്റെ ജോലിയിൽ ഞാൻ തുടരുന്നു. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശു ശിഷ്യന്മാരുമൊത്ത് ഗലീലി തടാകത്തിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ ശക്തമായ കൊടുങ്കാറ്റ് അനുഭവിച്ചു. യേശു ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ പരിഭ്രാന്തരായി. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ യേശുവിലേക്ക് തിരിഞ്ഞു. യേശു കടലിനെ ശാന്തമാക്കിയ ശേഷം അവരുടെ വിശ്വാസക്കുറവിനെ ശാസിച്ചു. അങ്ങനെ ചെയ്യാൻ മതിയായ കാരണങ്ങളുണ്ടായിരുന്നു. മുമ്പ് യേശു രോഗികളെ സൗഖ്യമാക്കിയതും ദുർബോധങ്ങളെ പുറത്താക്കിയും തുടങ്ങിയ അത്ഭുതങ്ങൾ ശിഷ്യന്മാർ കണ്ട് സാക്ഷ്യം വഹിച്ചവരാണ്. എന്നിട്ടും അവരുടെ ജീവിതത്തിലേക്ക് കൊടുങ്കാറ്റ് വന്നപ്പോൾ തങ്ങളുടെ നടുവിൽ അത്ഭുത പ്രവർത്തനായ കർത്താവ് ഉണ്ട് എന്ന കാര്യം അവർ മറന്നു. അവനുള്ള അവരുടെ വിശ്വാസം അതുവരെ വളർന്നിട്ടില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ധാരാളം കൊടുങ്കാറ്റുകൾ നാം നേരിടും. അപ്രതീക്ഷിതമായിട്ടായിരിക്കും പലതും ഉണ്ടാവുക. ചിലപ്പോൾ നമ്മുടെ വിശ്വാസം തകർക്കാനും, കർത്താവേ നിനക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലേ എന്ന് നിലവിളിക്കാൻ നമ്മെ പ്രേരിപ്പിക്കാനും തക്കവണ്ണം ആ കൊടുങ്കാറ്റുകൾ ശക്തമാണ്. മറ്റു നിമിഷങ്ങളിൽ നമുക്ക് നിരാശ തോന്നുകയും ദൈവം ഉറങ്ങുകയാണോ, നമ്മെ ഉപേക്ഷിച്ചു എന്നോ ഒക്കെ ചിന്തിക്കാൻ തുടങ്ങും. എന്നിട്ടും ആ പരീക്ഷണ നിമിഷങ്ങളിലും നമ്മുടെ കൊടുങ്കാറ്റിനെ ശമിപ്പിക്കാൻ യേശു വരുന്നു. അവൻ നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് കേൾക്കാം, നിങ്ങളുടെ വിശ്വാസം എവിടെ? നീ എന്തിനാ പേടിക്കുന്നത്? നിശ്ചലമായിരിക്കുക, ശക്തരായിരിക്കുക, ശാന്തനായി ഇരിക്കുക, ഭയപ്പെടേണ്ടതില്ല. ഇതാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷത്തിൻ്റെ സന്ദേശം. കൊടുങ്കാറ്റുകൾ വരും, പക്ഷേ അവ നിലനിൽക്കില്ല. അവ നമ്മെ ഭയപ്പെടുത്തുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തേക്കാം.
എന്നാൽ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റിനേക്കാൾ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. നമുക്ക് അവനിൽ വിശ്വസിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.